السلام عليكم ورحمة الله وبركاته. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين وبه نستعين. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, വിശുദ്ധ ഖുർആനിലെ 107 അധ്യായമായ സൂറത്തു മാഊനിലെ ആദ്യത്തെ 2 ആയത്തുകളെ കുറിച്ച് അവസാനമായി നാം മനസ്സിലാക്കുകയുണ്ടായി. ഈ അധ്യായത്തിലെ 3-4 ആയത്തുകളെ കുറിച്ചാണ് ഇന്ന് നാം പഠിക്കാൻ പോകുന്നത്. സൂറത്തുൽ മാഊൻ ഹിയ സക്കാത്തുൽ മാലി. സൂറത്തുൽ മാഊൻ എന്നാൽ സമ്പത്തിന്റെ സക്കാത്താണ്. അതായത് ആരാധനകൾ കേവലം ചടങ്ങുകളല്ല, മറിച്ച് സഹജീവികളോടുള്ള കാരുണ്യവും ബാധ്യതകളും കൂടി ചേർന്നതാണ് എന്നാണ് ഈ സൂറത്ത് പഠിപ്പിക്കുന്നത്. 3-ാമത്തെ ആയത്ത് വലാ യഹുല്ലു അലാ ത്വആമിൽ മിസ്കീൻ. അതിന്റെ അർത്ഥം അഗതിയുടെ ഭക്ഷണത്തിന്റെ കാര്യത്തിൽ അവൻ പ്രോത്സാഹനം നൽകുന്നുമില്ല. അഥവാ അഗതിക്ക് ഭക്ഷണം നൽകാൻ തനിക്ക് സാധിച്ചില്ലെങ്കിലും മറ്റുള്ളവരെ അതിനായി പ്രേരിപ്പിക്കുകയെങ്കിലും ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഇവിടെ വലാ യഹുല്ലു പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറഞ്ഞത്. പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്ന് പറയുന്നതിലൂടെ പിശുക്കിന്റെ അങ്ങേ അറ്റത്തെയാണ് അള്ളാഹു ഇവിടെ സൂചിപ്പിക്കുന്നത്. പരലോകത്തിൽ വിശ്വസിക്കാത്തവന്റെ ഹൃദയത്തിൽ കരുണയുണ്ടാവില്ല. തന്റെ പണം കുറഞ്ഞു പോകുമെന്ന ഭയമാണ് അവനെ അതിൽ നിന്നും തടയുന്നത്, അല്ലെങ്കിൽ പിന്തിരിപ്പിക്കുന്നത്. തുടർന്നുള്ള ആയത്ത് ഫവൈലുൽ ലിൽ മുസല്ലീൻ. അതിന്റെ അർത്ഥം എന്നാൽ നമസ്കരിക്കുന്നവർക്കാകുന്നു നാശം. ഇവിടെയാണ് ഏറ്റവും ഗൗരവപരമായ മുന്നറിയിപ്പുള്ളത്. നമസ്കരിക്കുന്നവർക്ക് എങ്ങനെ നാശമുണ്ടാകും? മുമ്പത്തെ ആയത്തുകളിൽ പറഞ്ഞ അഗതിയോടുള്ള ക്രൂരതയും ഈ ആയത്തിലെ നിസ്കാരം തമ്മിൽ നല്ല ബന്ധമുണ്ട്. ഒരാളുടെ നമസ്കാരം അയാളെ സഹജീവികളോട് കരുണ കാണിക്കുന്ന ആളാക്കുന്നില്ലെങ്കിൽ, സഹജീവികളോട് കരുണയുള്ളവനാക്കുന്നില്ലെങ്കിൽ ആ നമസ്കാരം അള്ളാഹുവിന്റെ അടുക്കൽ സ്വീകാര്യമല്ല. അടുത്ത ആയത്തുകളിൽ പറയുന്നത് പോലെ നമസ്കാരത്തിൽ അശ്രദ്ധ കാണിക്കുന്നവരും ജനങ്ങളെ കാണിക്കാൻ വേണ്ടി മാത്രം പ്രവർത്തിക്കുന്നവരും ഈ നാശത്തിന് അർഹരാണ്. നമസ്കാരവും സാമൂഹിക സേവനവും തമ്മിൽ നല്ല ബന്ധമുണ്ട് എന്നറിയിക്കുന്ന ഒരു ഹദീസ് നബി ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാൽ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലാ യദ്ഖുലുൽ ജന്നത മൻ ലാ യഅ്മനു ജാറുഹു ബവാഇഖഹു. തന്റെ അയൽവാസി തന്റെ ഉപദ്രവങ്ങളിൽ നിന്ന് സുരക്ഷിതനാകാത്തവൻ സ്വർഗത്തിൽ പ്രവേശിക്കുകയില്ല. പൊതുവായി നാം നോക്കിയാൽ ഈ അധ്യായം നമുക്ക് നൽകുന്ന പ്രധാനപ്പെട്ട ചില പാഠങ്ങളുണ്ട്. ഇബാദത്തുകളും ഖിദ്മത്തുകളും, അഥവാ അള്ളാഹുവിനുള്ള നമസ്കാരം പോലെയുള്ള ആരാധനയും സൃഷ്ടികൾക്കുള്ള സേവനവും അത് തമ്മിൽ നല്ല ബന്ധമുണ്ട്, വേർപിരിക്കാനാവാത്ത ബന്ധമാണ്. അതോടൊപ്പം മറ്റൊരു പാഠം, പ്രകടനപരതയുള്ള ആരാധനകളൊക്കെ വിനാശത്തിലേക്കാണ് നയിക്കുക. നന്മ ചെയ്യാൻ നേരിട്ട് സാധിക്കാത്ത സാഹചര്യത്തിലും അതിനായി ശബ്ദമുയർത്തുന്നത് വിശ്വാസത്തിന്റെ അടയാളമായിട്ടാണ് ഈ അധ്യായം നമ്മെ മനസ്സിലാക്കി തരുന്നത്. അതിനാൽ നമ്മുടെ നമസ്കാരങ്ങളും ആരാധനകളും നമ്മുടെ സ്വഭാവത്തിലും സഹജീവികളോടുള്ള ഇടപെടലിലും മാറ്റം വരുത്തുന്നുണ്ടോ എന്ന് നാം ഓരോരുത്തരും ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ.